കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഒരു മുട്ടത്തോരനാണ്. ഇത് എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. പക്ഷെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ മുട്ടയുടെ ഷെല്ലൊക്കെ വീണുണ്ട്. നമുക്കിതുപോലെ എടുക്കാം. വളരെ ഈസി ആയിട്ട് ഈ തൊലി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ചെരുക്കിയെടുത്ത നാളികേരം ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി, ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള, പിന്നെ ഒരു 10-15 ചെറിയുള്ളി, പിന്നെ ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് എടുത്തിട്ടില്ല. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊന്നും ഒരുപാട് വേണ്ട, ചെറിയ കഷ്ണം തന്നെ മതി. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്, നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും ചെറിയുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ഞാൻ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മുറിച്ചത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മുട്ടത്തോരൻ പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ചിലർ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു നാടൻ രീതിയിലുള്ള മുട്ടത്തോരനാണ്. ഞാൻ എഗ് ബുർജി തയ്യാറാക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, തക്കാളിയൊക്കെ ചേർത്തിട്ട്. ഈ മുട്ടത്തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. ഇപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ മുറിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിതിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എരിവൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി സവോളയിൽ നിന്ന് വഴറ്റിയെടുക്കാം. സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുട്ടയിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ചിലർ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴറ്റിയൊന്നും എടുക്കാറില്ല. എല്ലാം കൂടി മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരുമിച്ചാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഈ സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓയിലുണ്ടോ എന്ന് നോക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ചിലർക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. ഞാനിത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
മുട്ടത്തോരൻ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് സ്പ്രിംഗ് ഓണിയൻ മുട്ടത്തോരൻ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ കൂടെ ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട്. ഇതിപ്പോൾ മുട്ട മാത്രമുള്ള വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഏത് മുട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. താറാവ് മുട്ട ഉപയോഗിക്കാം, അതുപോലെ തന്നെ കാടമുട്ട വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. കാടമുട്ടയാകുമ്പോൾ കുറേ വേണ്ടി വരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.